അപ്പോൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ എടുത്തിരിക്കുന്നത് വളരെ വളരെ വളരെയധികം ഡിസ്കസ് ചെയ്യാൻ ആൾക്കാർ താല്പര്യപ്പെടുന്ന ഒരു ടോപ്പിക്കാണ്. ടോപ്പിക്കിന്റെ പേരാണ് നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ നിങ്ങളുടെ ബൗണ്ടറിയിൽ കടന്നു കയറുന്ന ഒരാൾ? ആ ഒരാൾ നിങ്ങളുടെ പട്ടിക്കുട്ടിയല്ലേ? കാര്യമായിട്ടൊന്നും പറയാനില്ല. പക്ഷെ ബൗണ്ടറീസ് എന്ന് പറയുമ്പോൾ എൻ്റെ തലയിൽ വരുന്നത് ചെറുപ്പത്തിലല്ല, പഴയ കാലഘട്ടങ്ങളിലെ ആണിനായാലും പെണ്ണിനായാലും ഒരു നോ പറയാൻ എത്രമാത്രം ബുദ്ധിമുട്ടാണെന്ന് എനിക്കറിയാം. കാരണം ഐ എം എൻ ഓൾഡ് സോൾ. കഴിഞ്ഞ ജന്മത്തിലും എനിക്ക് നോ പറയാൻ ബുദ്ധിമുട്ടായിരുന്നു. സോ ആ ഒരു ബുദ്ധിമുട്ട് ഈ ജനറേഷൻ വളരെ നല്ല രീതിയിൽ എല്ലാവർക്കും തീർത്തു കൊടുക്കുന്നുണ്ട്. നോ മീൻസ് നോ, നോയുടെ അപ്പുറം വരണ്ട, പറഞ്ഞതല്ലേ, മനസ്സിലാവുന്നുണ്ടോ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഇപ്പോഴും നോന്റെ അർത്ഥം അറിയാത്ത കുറെ മനുഷ്യർ ഈ ലോകത്ത് ജീവിച്ചിരിപ്പുണ്ട് എന്നതാണ് ഫാക്ട്. കാര്യം ഇതൊരു കോമഡി ആയിട്ട് അവതരിപ്പിച്ചുവെങ്കിലും സത്യാവസ്ഥ തന്നെ. നമുക്കറിയാലോ, കുറെ പേര് നമ്മുടെ ലൈഫിൽ നോ പറഞ്ഞതിന്റെ പേരിൽ എന്തോരം ആക്സിഡന്റ് വിക്ടിംസ് ഉണ്ടായിട്ടുണ്ട്, എന്തോരം മേർഡറുകൾക്ക് വിക്ടിമായ കുറെ ബോയ്സ് ആണെങ്കിലും ഗേൾസ് ആണെങ്കിലും ഉണ്ട്. ഈക്വൽ ഇവിടെ ലിംഗവ്യത്യാസമില്ലാണ്ട് പെണ്ണാണെങ്കിലും ആണാണെങ്കിലും കുറെ പേർക്ക് ഒരു നോ എങ്ങനെ എടുക്കണം എന്ന് അറിയില്ല. അതിൻ്റെ ഒരു പ്രധാന കാരണം അവരുടെ ഒരു നിർബന്ധ ബുദ്ധിയാണ്. മറ്റൊരാൾ ഇങ്ങനെ പെരുമാറണം, അങ്ങനെ പെരുമാറണം, ഒന്നും ചെയ്യാൻ പറ്റില്ല. ചില എക്സെപ്ഷണൽ കേസസ് ഉണ്ട്, വളരെ എക്സെപ്ഷണൽ കേസസ്. ഇത് ചെയ്തില്ലെങ്കിൽ വലിയൊരു വിപത്ത് നമ്മളെ കാത്തിരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ പെരുമാറിയില്ലെങ്കിൽ ഒരു കോൺസിക്വൻസ് നമ്മൾ നേരിടാനുണ്ട്. അത്തരം സന്ദർഭങ്ങളിൽ ഓക്കെ, ഈ പറഞ്ഞൊരു കാര്യം നമ്മൾ വക വെക്കണം. അതാണ് കോമൺ സെൻസ് എന്ന് പറയുന്നത്. ചില കാര്യങ്ങളുണ്ട്, അത് ചെയ്തില്ലെങ്കിലും നമുക്ക് 5 പൈസ നഷ്ടമുണ്ടാകാൻ പോകുന്നില്ല. എന്നിട്ടും ഇത്തരക്കാർ നമ്മളെ നിർബന്ധിപ്പിച്ച് ചെയ്യിപ്പിക്കും. അതെന്തിനാ? അത് ചെയ്താൽ അവർക്കുണ്ടാകുന്ന ഒരു ഈഗോ സാറ്റിസ്ഫാക്ഷൻ. ഐ തിങ്ക് ഇന്നത്തെ ജനറേഷൻ തൊലഞ്ഞോണ്ടിരിക്കുകയാണ് ഒരു സൈഡിൽ നിന്ന്. എന്നാ ബൗണ്ടറീസ് സെറ്റ് ചെയ്തത് കൊണ്ട് ഗുണമുള്ള സന്ദർഭങ്ങളും ഉണ്ട്. എനിക്ക് പറയാനുള്ളത് വേറെ ഒന്നുമല്ല. നമ്മൾ മാന്യമായിട്ട് ഒരാള് ഒരു കാര്യം പറഞ്ഞാൽ അയാളോട് നോ പറയണം. ഉദാഹരണത്തിന് ഒരാൾ നമ്മൾ ഇഷ്ടമാണെന്ന് പറയും, ആണാവട്ടെ പെണ്ണാവട്ടെ, നമ്മൾ അയാളെ ഹെർട്ട് ചെയ്യരുതെന്ന തരത്തില് നമ്മൾ പയ്യെ നമ്മൾ നോ പറയും. വേണ്ട വേണ്ട, താല്പര്യമില്ല, ബുദ്ധിമുട്ട്, ഇത് അയാളെ കേൾക്കാനേ പോകുന്നില്ല. നമ്മുടെ ഈ നോ പുള്ളിയോർ പുള്ളിക്കാരി യെസ് ആയിട്ടാണ് അവർ വിചാരിക്കുന്നത്. നമുക്ക് നോ എന്ന് പറയാൻ നമുക്ക് നാണം കൊണ്ടാണ് നമ്മൾ നോ പറയുന്നത് എന്നൊരു തെറ്റിദ്ധാരണ കുറെ പേരിലുണ്ട്. അതിൽ നിന്ന് 2 കേസുകളിലോട്ടാണ് ഈ കേസ് പോകുന്നത്. ഒരു കേസ് പുറകെ നടന്ന് നിർബന്ധിച്ച് യെസ് പറയിപ്പിച്ച് അവർ നല്ലൊരു റിലേഷൻഷിപ്പിലെത്തും. അതൊരു പോസിറ്റീവ് കേസ്. നെഗറ്റീവ് കേസ്, നോ പറയുന്ന ആളുടെ ശൈലി മാറും. ക്ഷമ കെട്ട് ഈ ശൈലി മാറും. ഇങ്ങനെ നോ പറഞ്ഞ ആള് നോ എന്ന് പറയും. അത് ഈ ചോദിച്ച ആൾക്ക് കൊള്ളും. പിന്നെ ആസിഡായി, കൊലപാതകമായി, അതായി ഇതായി, ജയിലായി, ജീവിതം കോഞ്ഞാട്ടി. എന്തിനാണ് ഇതിൻ്റെയൊക്കെ ആവശ്യം? താല്പര്യമില്ലെങ്കിൽ നോ പറയാനുള്ള ഒരു ഫ്രീഡം, അത് ബാക്കിയുള്ളവരെ വിഷമിപ്പിച്ചാലും ശരി ഇല്ലെങ്കിലും ശരി, താല്പര്യം ഇല്ലാത്തോടത്ത് നോ പറയുക തന്നെ വേണം. ഓക്കെ, വേറൊന്നുമില്ല പറയാം. ടോപ്പിക്ക് കഴിഞ്ഞിരിക്കുന്നു. കൂടുതൽ ചിന്തിക്കാണ്ട് നോ പറയൂ. കോമൺ സെൻസ് ഉണ്ടെങ്കിൽ യെസ് പറയൂ. ഒരു ചെറിയ കഥയുണ്ട് കേട്ടോ. ചെറുപ്പത്തിൽ എൻ്റെ ഒരു കൂട്ടുകാരി എന്നെ ഭക്ഷണം കഴിക്കാൻ വിളിച്ചുകൊണ്ട് പോയി. ഭക്ഷണം കഴിക്കാൻ വരണം എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളെന്നോട് പറഞ്ഞു, അവൾ പുറമേന്ന് നാട്ടിലോട്ട് വന്നതാണ്. അപ്പോൾ അവൾക്ക് കൂടെ കഴിക്കാൻ ഒരു കൂട്ട് വേണം. അപ്പോൾ അവൾ എന്നെ കൊണ്ടുപോവാം എന്ന് പറഞ്ഞു. ഞാൻ വരണം എന്ന് അവൾ പറഞ്ഞു. ഞാനിങ്ങനെ ചെറുതായിട്ട് അവളോട് സൂചിപ്പിച്ചു, എടി ഞാൻ കഷ്ടപ്പെട്ട ഒരു ഡയറ്റ് എടുത്തിരിക്കുകയാണ് ഇപ്പോൾ. നീ എന്നെ ഹോട്ടലിലൊക്കെ കൊണ്ടുപോയാൽ എൻ്റെ ഡയറ്റ് തെറ്റും, പിന്നെ ചടങ്ങാവും, പിന്നെ പഴയ ഞാൻ കുറഞ്ഞ വെയിറ്റൊക്കെ വീണ്ടും കൂടി വരും. ഞാനാണെങ്കിൽ അത്രയും വിൽ പവർ ഉപയോഗിച്ചിട്ടാണ് അവിടെ ഇങ്ങനെ ഇരിക്കണേ. അപ്പോൾ അവൾ പറയാണ്, അവൾക്ക് വേറെ കൂട്ടില്ല. അവളുടെ ആ പരിഭവം, അവളുടെ വിഷമം കേട്ടിട്ട് ഞാൻ കൂടെ പോയി അടിച്ചു പൊളിച്ചു. കാശ് അവളും കൊടുത്തു. 2 ആഴ്ചയായിട്ട് ഞാൻ ആ ഡയറ്റ് തുടങ്ങിയിട്ടുള്ളൂ. ആ 2 ആഴ്ച കഴിക്കാണ്ടിരുന്നതൊക്കെ ഞാൻ ആ ടേബിളിൽ നിന്ന് കഴിച്ചു. സന്തോഷമായി.
അതിനുശേഷം എനിക്ക് ഇതുവരെ ഡയറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അല്ല, അവളുടെ കുറ്റമല്ല, പക്ഷെ എൻ്റെ കുറ്റമാണ്. പക്ഷെ ബുദ്ധിമുട്ടുണ്ടായി. ആ ബുദ്ധിമുട്ട് ഞാനങ്ങ് വിഴുങ്ങി. അപ്പൊ നമുക്ക് പറ്റില്ലെങ്കിൽ തുടക്കത്തിലെ വേണ്ട, പറ്റില്ല, സൗകര്യമില്ല എന്ന് തന്നെ പറയാം. അല്ലെങ്കിൽ 8ന്റെ പണി ചോദിച്ചു മേടിക്കുന്നത് നമ്മൾ തന്നെയായിരിക്കും. ബാക്കിയുള്ളവർ എന്ത് വിചാരിക്കും, ബാക്കിയുള്ളവരെ വിഷമിപ്പിക്കരുത്, ബാക്കിയുള്ളവർ അങ്ങനെ വിചാരിക്കുവാണെങ്കിൽ നഷ്ടം നമുക്ക് മാത്രമായിരിക്കും. അപ്പോൾ ഞാൻ ഇന്നത്തെ എൻ്റെ നല്ല അടിപൊളി വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. നന്ദി, നമസ്കാരം.